വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കുവാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. മിശിഹായുടെ മൃതദേഹം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെടുന്നു. അവന്റെ മരണം സ്ഥിരീകരിക്കുവാൻ പടയാളികളിൽ ഒരാൾ വന്ന് കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റംസാക്കാരനായ യൗസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുക്കുന്നു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കോദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു കല്ലറയും ഉണ്ടായിരുന്നു. ശാബതം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം, അതായത് ഒരുക്കദിനത്തിന് പിറ്റേന്ന്, പ്രധാന പുരോഹിതർ, ഫരിസേയർ എന്നിവർ പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടുന്നു. യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത്. അതിനാൽ 3 ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിച്ചാലും. അതെ, അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. ഓഹോ, എന്നാൽ അങ്ങനെ ആകട്ടെ. നിങ്ങൾക്ക് ശക്തമായൊരു കാവൽ സേന ഉള്ളതല്ലേ. പോയി നിങ്ങളാൽ കഴിയും വിധം അവനെ കാത്തുകൊള്ളൂ. ഇപ്പോൾ 3 ദിവസമായി. ഇനി എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ കടകൾക്ക് മുന്നിൽ കാവൽ നിൽക്കുന്നത്? നിൽക്കൂ, താൻ ശ്രദ്ധിച്ചോ? പതിവിന് വിപരീതമായി പ്രകൃതിയിലാകെ ഒരു മാറ്റം വന്നിട്ടില്ലേ? എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെ ആയിരുന്നു. എനിക്കിത് എന്ത് പറ്റി? വല്ലാത്ത പേടിയുണ്ടെന്ന് തോന്നുന്നു. ദൈവപുത്രനായിരുന്നെങ്കിൽ നമുക്കിവനെ കുരിശിൽ തറച്ച് കൊല്ലാൻ സാധിക്കുമായിരുന്നു.
ദൈവപുത്രനാണ് പോലും, ദൈവപുത്രൻ. സാപത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മറിയവും മഗ്ദലന മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വരുന്നു. മറിയം, അതാ നോക്കൂ, കർത്താവിന്റെ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണല്ലോ, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്ത പോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്നും നിങ്ങൾക്ക് മുന്നേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ, ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. മറിയം, പ്രഭു, നീ ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കണ്ടുമുട്ടുമെന്നും പറയുക. നിങ്ങൾക്ക് സമാധാനം.